ഇത് നമ്മുടെ KSRTC എന്ന് പറഞ്ഞാൽ എന്താണ്? ചോറ്, പണ്ടരച്ചമ്പല് ചോറ്, ആർക്ക് വീട്ടിൽ കയറി നിറങ്ങാലോ എന്നൊരു ഡയലോഗ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കോമഡി ഫെസ്റ്റിവലിൽ ക്ലിക്കായത്. ഓർഡിനറി എന്ന് പറയുന്ന സിനിമയെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ അവതരിപ്പിച്ച സ്കിറ്റ് ഞങ്ങളുടെ ജീവിതത്തിലൊരു ടേക്ക് ഓഫ് ആയിരുന്നു. ഒരുപാട് താരങ്ങൾ ഉദയം ചെയ്തത് ഈ ഒരു സ്കിറ്റിലൂടെയാണ്. ഇത് പറയാൻ കാരണം ഞാൻ ഇന്ന് KSRTC, നമ്മുടെ സ്വന്തം KSRTCയിലൂടെ ഒരു യാത്ര പോവുകയാണ്. സൈലൻറ്റ് വാലി എന്ന് പറയുന്ന പ്രദേശം കേരളത്തിന് പുറത്തെവിടെയോ അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ എവിടെയോ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യണമെന്നൊരു സ്ഥലവും എന്നാണ് ഞാൻ വിചാരിച്ചത്. അതൊരു മണ്ടനായിട്ടുള്ള ഒരു അറിവാണെന്നും എനിക്കൊരു തിരിച്ചറിവുണ്ടായത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സുധി പറഞ്ഞപ്പോഴാണ്. ഇതാ ഞങ്ങൾ സൈലൻറ്റ് വാലിയിലേക്ക് KSRTC ബസ്സിലൊരു യാത്ര പോവുകയാണ്. ഇവനാണ് സൈലൻറ്റ് വാലി എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് എനിക്കൊരു ഹിന്റ് തരികയും നമുക്ക് KSRTCയിൽ യാത്ര ചെയ്യാനുള്ളൊരു വലിയ ഓഫർ എനിക്ക് കിട്ടി. നമുക്ക് പൊളിക്കാം. ഒരുമിച്ചു നമുക്കൊരു സവാരി പോകാം, ഒരുപാട് നാളുകൾക്കപ്പുറത്തേക്ക്. ഒരു തച്ചും ചെലവില്ല, ഒരു കാശും ചെലവില്ല, കേവലം ഒരു മനനു മാത്രം. അപ്പൊ എനിക്ക് തോന്നിയ കാര്യം ചുമ്മാ അങ്ങനെ പാടിയതാണ്. അപ്പോൾ പാട്ട് പാടാൻ അറിയുന്ന ആളല്ല. നമുക്ക് വർത്തമാനങ്ങൾ പറഞ്ഞ് കളിച്ച് തിരിച്ച് നമ്മുടെ LKG കുട്ടികളുടെ ടൂറ് പോലെ നമുക്കിത് ആഘോഷിക്കണം. ആർക്കോ എന്ന് വെച്ചാൽ ഒരുമിച്ച് നോക്കാവോ? അതുപോലെ അങ്ങ് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് ബാക്കിയുള്ളവരെ കൂടെ പരിചയപ്പെട്ട് നമുക്ക് ഹായ്, നമസ്കാരം. സൈലൻറ്റ് വാലിയിലേക്ക് ഞാൻ പോകുന്ന സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിലേക്ക് കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ ചേട്ടായാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. സൈലൻറ്റ് വാലി എന്ന് പറയുന്ന ഈ കാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തിക്കായ കാടുകളായതുകൊണ്ട് വന്യമൃഗങ്ങൾ ചിലപ്പോൾ ഉള്ളിലുണ്ടാകാം, പക്ഷെ അവരെ നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി കണ്ടാൽ ഭാഗ്യം, പക്ഷെ കാടിൻ്റെ ഭംഗി ആസ്വദിക്കുക എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ഉൾക്കാടുകളിലേക്കുള്ള ഒരു സൈലൻ്റ് ആയിട്ടുള്ള യാത്രയാണ് നമ്മൾ സംഭവിക്കുന്നത്. കണ്ടോ, ഓരോരോ വാഹനങ്ങൾ, ഇത് ഫോറസ്റ്റിൻ്റെ വണ്ടികളാണ് കേട്ടോ. ഈ വണ്ടിയിലാണ് നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ റേഞ്ചൊക്കെ വളരെ കുറവാണ്. നമുക്ക് വളരെ സൈലൻ്റായിട്ട് ഫോണിൻ്റെ ബഹളങ്ങളില്ലാതെ വളരെ സ്വസ്ഥമായിട്ട് നമുക്ക് ഈ യാത്ര എൻജോയ് ചെയ്യാൻ സാധിക്കട്ടെ. ബാക്കിയൊക്കെ വഴിയിൽ കേട്ടോ. ഓക്കെ.